പരിശുദ്ധമായ റമളാനിൽ നമ്മളൊക്കെ അൽഹംദുലില്ലാ ഇതുവരെ തറാവീഹിന് ശേഷം നമ്മൾ നിസ്കരിച്ച നിസ്കാരമാണ് വിത്ർ നിസ്കാരം. ഇതല്ലാത്ത മാസങ്ങളിൽ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ പലപ്പോഴും ആളുകൾ അത് ഒഴിവാക്കാറാണ് പതിവ്. എന്ത്? വിത്ർ നിസ്കാരം. എന്നാൽ വിത്ർ നിസ്കാരം അതിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരാൾ വിത്ർ നിസ്കാരം നിത്യമായി നിസ്കരിച്ചാൽ, റമദാനിലല്ല റമദാനിന് ശേഷവും നിത്യമായി ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതോടൊപ്പം വിത്ർ നിസ്കാരം ഒരുപാട് പേർക്ക് സംശയം, എത്രയാണ് ഉസ്താദേ റക്അത്ത്, ഏതൊക്കെ സൂറത്താണ് ഓതേണ്ടത്, അതുപോലെ തന്നെ വിത്ർ നിസ്കാരത്തിന് വജ്ജഹത്ത് ഓതണോ, അതുപോലെ വിത്ർ നിസ്കാരത്തിന് കുനൂത്ത് ഉണ്ടെന്ന് പറയുന്നു, എപ്പോഴാണ് കുനൂത്ത് ഓതേണ്ടത്, വിത്ർ നിസ്കാരത്തിൻ്റെ നീയത്ത് എങ്ങനെയാണ്, തുടങ്ങി ഒരുപാട് സംശയങ്ങൾ. ആ സംശയങ്ങൾക്കെല്ലാത്തിനും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മറുപടി പറയുന്നുണ്ട്. അതോടൊപ്പം വിത്ർ നിസ്കാരത്തിന് ശേഷം ഒരാൾ ഒരു വാക്യം പറഞ്ഞാൽ, ഒരു വാചകം പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ഒരാൾ ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ളുഹ്ർ നമസ്കാരത്തിന് ശേഷം 11 പ്രാവശ്യം അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അതിപ്രധാനപ്പെട്ട ഒരു ഇസ്മു പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് വമ്പൻ നേട്ടങ്ങളാണ്, വമ്പൻ പ്രതിഫലങ്ങളാണ്. കച്ചവടത്തിൽ ബറക്കത്തും അതുപോലെ തന്നെ അവൻ്റെ കുടുംബത്തിൽ ഐശ്വര്യവും തുടങ്ങി ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നേട്ടങ്ങൾ അവനെ കാത്തിരിക്കുന്നു. ഒരൊറ്റ ഇസ്മ 11 പ്രാവശ്യം പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് മുതൽ നമുക്കത് നിത്യമാക്കാം, കൃത്യമാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ മറന്നു പോവണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായി പടച്ചവൻ ഈ പരിശുദ്ധമായ റമളാനിൽ നമ്മളെല്ലാവരെയും എത്തിച്ചു. ആ റമളാനിൻ്റെ ഓരോ സുന്ദരമായ ദിനങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. അൽഹംദുലില്ലാ. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ പള്ളികളൊക്കെ നിറഞ്ഞു കവിയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിട്ടുള്ള വലിയ മഹത്തായ ഒരു അനുഗ്രഹമാണ് ഈ റമളാൻ. മാത്രമല്ല ആ റമളാനിൽ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സൗഭാഗ്യമാണ്. അള്ളാഹു തആല നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പുണ്യമായ ദിനത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ റമളാൻ 1 മുതൽ നമ്മൾ നിസ്കരിക്കുന്നു തറാവീഹ് നമസ്കാരം. ആ തറാവീഹ് നമസ്കാരത്തിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്താണ് വിത്ർ നിസ്കാരം. എന്താണ് ഈ വിത്ർ നിസ്കാരം? ആദ്യം തന്നെ വിത്ർ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത ഞാനൊന്ന് പറയാം. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു, ഒരാൾ തുടർച്ചയായി എല്ലാ ദിവസവും, റമളാനിൽ മാത്രമുള്ള നിസ്കാരമല്ല വിത്ർ നിസ്കാരം, എല്ലാ ദിവസവും നമുക്ക് നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. അപ്പോൾ റമളാൻ അല്ല, എല്ലാ ദിവസവും ഒരു മനുഷ്യൻ വിത്ർ നിസ്കാരം കൃത്യമായി നിത്യമായി നിസ്കരിക്കുന്നവനാണെങ്കിൽ അവൻ ഫാസിക്കാവൂല, തെമ്മാടിയാവൂല എന്നാണ്. ഒരു തെമ്മാടിത്തരത്തിലേക്ക് അവനിക്ക് പോവേണ്ടി വരില്ല. ഈ നിസ്കാരം അവനെ ആ ഒരു ദുസ്വഭാവത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ്, കാക്കുന്നതാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്. റവാത്തിബ് നമസ്കാരങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് വിത്ർ നിസ്കാരം എന്ന് പോലും പറഞ്ഞ ഉലമാക്കളുണ്ട്. റവാത്തിബ് എന്ന് പറഞ്ഞാൽ ഓരോ ഫർദ് നിസ്കാരത്തിന് മുമ്പും ശേഷവും നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരമാണ് റവാത്തിബ് നിസ്കാരം. ആ നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും പവർ ഉള്ളത്. പക്ഷേ ചില പണ്ഡിതന്മാർ പറയുന്നു ആ റവാത്തിബ് നിസ്കാരത്തെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്തിന്? വിത്ർ നിസ്കാരത്തിന്. ആ ഒരു അഭിപ്രായമുള്ള ആളാണ് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഈ ഹനഫി മദ്ഹബുകാർ അവർക്ക് നിർബന്ധമാണ് എന്ത്? ഈ വിത്ർ നിസ്കരിക്കൽ. വിത്ർ അവർക്ക് വാജിബാണ്. ഷാഫിഈ മദ്ഹബ് പ്രകാരം അത് ശക്തിമത്തായ സുന്നത്താണ്. അപ്പോൾ വിത്ർ നിസ്കാരം അത് നമുക്ക് റമളാനിലേക്ക് മാത്രമുള്ള നിസ്കാരമല്ല, റമളാൻ അല്ലാത്ത എല്ലാ ദിവസവും നമുക്ക് നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തായ നിസ്കാരമാണ് വിത്ർ നിസ്കാരം. എപ്പോഴാണ് അതിൻ്റെ സമയം? ഇശാ നമസ്കാരത്തിന് ശേഷം തുടങ്ങുന്നു വിത്ർ നിസ്കാരത്തിൻ്റെ സമയം. ഏതുവരെ? സുബഹി ബാങ്കിന് മുമ്പ് വരെ വിത്ർ നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങുകയാണ്. വിത്ർ നിസ്കാരം നിസ്കരിക്കൽ ഏറ്റവും അഫ്ളലായ നല്ലത് എപ്പോഴാണ്? ഒരു ദിവസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ നിസ്കാരമാവൽ. അതായത് നമ്മൾ ഇശാ നിസ്കരിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി, സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റു, എന്നിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു. ആ തഹജ്ജുദിനും കൂടി ശേഷം നിസ്കരിക്കലാണ് നല്ലത്. പക്ഷേ ഈ റമളാനുമായി
ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചിലപ്പോൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്നവരാണ്. പലപ്പോഴും ചിലപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പൊക്കെ ആയിരിക്കും അത്താഴത്തിന് എഴുന്നേൽക്കുക. അപ്പോൾ ഈ അത്താഴം കഴിക്കുമോ വിത്ർ നിസ്കരിക്കുമോ? അതുകൊണ്ട് സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ പള്ളിയിലൊക്കെ ചെയ്യുന്നത് പോലെ ആദ്യം ഇശാ നിസ്കരിക്കുന്നു, അത് കഴിഞ്ഞ് തറാവീഹ് നിസ്കരിക്കുന്നു, അത് കഴിഞ്ഞ് തറാവീഹിന് ശേഷമുള്ള ദുആ, പിന്നെ നിയ്യത്തൊക്കെ വെക്കുന്നു, അത് കഴിഞ്ഞ് വിത്റും കൂടി നിസ്കരിച്ചിട്ട് പോവലാണ് ഏറ്റവും നല്ല രൂപം. ഒരു പക്ഷേ നമുക്ക് അത്താഴത്തിനെങ്ങാണ് നമ്മൾ വൈകി എഴുന്നേറ്റാൽ അല്ലെങ്കിൽ അത്താഴത്തിന് എഴുന്നേൽക്കാൻ പറ്റാതെ പോയാൽ നമുക്ക് പിന്നെ ആ വിത്ർ നിസ്കാരം നഷ്ടപ്പെടും. അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് എന്ത് ചെയ്യുക, നമ്മൾ തറാവീഹ് നമസ്കാരത്തിന് ശേഷം തന്നെ വിത്ർ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഈ വിത്ർ നിസ്കാരത്തിൻ്റെ മറ്റൊരു ശ്രേഷ്ഠത ഫളീലത്ത് എന്ന് പറഞ്ഞാൽ റമളാൻ മാസത്തിൽ മാത്രം ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് വിത്ർ നിസ്കാരം. വിത്ർ നിസ്കാരം ഒറ്റക്കാണ് നിസ്കരിക്കേണ്ടത്. പക്ഷെ റമളാനിൽ മാത്രം സുന്നത്തായ ഒരു കാര്യം എന്താ, അത് ജമാഅത്തായിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും. അതാണ് വിത്ർ നിസ്കാരത്തിൻ്റെ ഒരു രൂപം. ഇനി വിത്ർ നിസ്കാരം ഉസ്താദ് എത്ര റക്അത്താണ്, ഏത് സൂറത്ത്, എങ്ങനെയാണെന്നൊക്കെ ഓരോ ആളുകൾ ചോദിച്ചു. അതിൻ്റെ രൂപം പറയുകയാണ്. വിത്ർ നിസ്കാരം എന്ന് പറഞ്ഞാൽ കൂടിയത് 11 റക്അത്താണ്. 11 റക്അത്ത് വരെ നമുക്ക് നിസ്കരിക്കാം. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ 3 റക്അത്ത് നിസ്കരിക്കലാണ്. വിത്ർ നിസ്കാരം ഏറ്റവും നല്ല രൂപത്തിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് സലാം വീട്ടുക, വീണ്ടും എഴുന്നേറ്റ് നിന്നിട്ട് 1 റക്അത്ത് നിസ്കരിക്കുക, ശേഷം സലാം വീട്ടുക. അപ്പോൾ 3 റക്അത്തായി. ഇതാണ് ഏറ്റവും നല്ല രൂപം. ഇനി വിത്ർ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ്? അതായത് ഈ 3 റക്അത്തിനും കൂടി ഒരൊറ്റ നിയ്യത്ത് അങ്ങനെയല്ല വെക്കേണ്ടത്. ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുന്നു, പിന്നെ 1 റക്അത്ത് നമ്മൾ നിസ്കരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ എങ്ങനെ നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത്? ഉസല്ലി സുന്നത്തൽ വിത്തിരി റക്അത്തൈനി ലില്ലാഹി തആല. അതായത് വിത്റിൽ നിന്നുള്ള 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. അതാണ് നിയ്യത്ത്. വിത്റിൽ നിന്നുള്ള 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഇമാമോടുകൂടിയാണെങ്കിൽ ഇമാമോടുകൂടി നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. ഇത് പുരുഷന്മാർക്കും സുന്നത്തായ നിസ്കാരമാണ്, സ്ത്രീകൾക്കും സുന്നത്ത്. പുരുഷന്മാർക്ക് മാത്രമുള്ള നിസ്കാരമൊന്നുമല്ല, സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും സുന്നത്തായ നിസ്കാരമാണ്. അപ്പോൾ നിയ്യത്ത് ഇങ്ങനെയാണ്. എന്നിട്ട് അല്ലാഹു അക്ബർ നമ്മൾ കൈകെട്ടുക, ശേഷം വജ്ജഹത്ത് ഓതുക, വജ്ജഹത്ത് വജീഹി ലില്ലദീ ഫതറ വജ്ജഹത്ത് ഓതുക. അത് കഴിഞ്ഞ് അഊദു ഓതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹ മൊത്തം ഓതുക. ഏത് സൂറത്ത് വേണമെങ്കിലും നമുക്ക് ഓതാം. പക്ഷേ ഏറ്റവും സുന്നത്തായ രൂപം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ അഅല ഓതലാണ്. അത് ദീർഘിച്ച സൂറത്താണ്. പല ആളുകളും ആ സൂറത്തിൻ്റെ അല്പഭാഗം ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى അവിടെ തൊട്ട് ഓതുന്നുണ്ട്. അവിടെ തൊട്ട് ഓതിയാലും മതി. മുഴുവൻ ഓതൽ പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല, ഉസ്താദെ ഞങ്ങൾക്ക് സൂറത്തുൽ അഅല ഓതാൻ അറിയില്ല ഉസ്താദെ. അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, അറിയാവുന്ന സൂറത്ത് ഓതിയാൽ മതി. പ്രത്യേകം സുന്നത്തായത് സൂറത്തുൽ അഅല ഓതലാണ്. ഇതാണ് ഒന്നാമത്തെ റക്അത്തിൽ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ റക്അത്തിലേക്ക് അല്ലാഹു അക്ബർ നമ്മൾ വന്നു, കൈകെട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഊദു ഓതുക, സൂറത്തുൽ ഫാത്തിഹ മുഴുവനായി ഓതുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിൽ ഓതൽ സുന്നത്തായ സൂറത്ത് സൂറത്തുൽ കാഫിറൂൻ ആണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കാഫിറൂൻ ഓതലാണ് രണ്ടാമത്തെ റക്അത്തിൽ സുന്നത്ത്. എന്നിട്ട് നമ്മൾ അത് ഓതിക്കഴിഞ്ഞു. പിന്നെ റുക്കൂആയി, സുജൂദായി, പിന്നെ നമ്മൾ അത്തഹിയാത്തിലേക്ക് പോയിരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത്തഹിയാത്തിൽ ഇരിക്കുന്ന സമയത്ത് ആദ്യത്തെ അത്തഹിയാത്തിൽ നമ്മൾ ഇരിക്കൂലേ, ആ രൂപത്തിലാണ് ഇരിക്കേണ്ടത്. ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന രൂപത്തിലിരിക്കുക. എന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, സലാം വീട്ടുക. കൂടുതൽ സംസാരങ്ങളൊന്നും വേണ്ട, നമ്മളൊന്ന് എഴുന്നേൽക്കുക. എഴുന്നേറ്റിട്ട് വീണ്ടും നിയ്യത്ത് വെക്കുക, വിത്റിൽ നിന്നുള്ള 1 റക്അത്ത് കൂടി അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. എന്താ നിയ്യത്ത്? വിത്റിൽ നിന്നുള്ള 1 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഇമാമോടുകൂടി നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. എന്നിട്ട് നമ്മളവിടെ സൂറത്തുൽ ഫാത്തിഹ ഓതുക. മൂന്നാമത്തെ റക്അത്ത് നമുക്ക് സുന്നത്തായിട്ടുള്ള 3 സൂറത്താണ്. ഒന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ്, പിന്നെ അതിനുശേഷമുള്ള ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പിന്നെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്തും ഓതുക. 3 സൂറത്തും നമ്മൾ ഓതി അത് കഴിഞ്ഞ് റുക്വ ചെയ്യുക, ഇഅ്തിദാൽ, പിന്നെ സുജൂദ്, പിന്നെ രണ്ടാമത്തെ സുജൂദ്, അത്തഹിയാത്ത് പൂർണ്ണമായും ഓതി നമുക്ക് സലാം വിട്ടാം. ഇതാണ് വിത്ർ നിസ്കാരം 3 റക്അത്ത് നിസ്കരിക്കുന്നതിൻ്റെ രൂപം. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിയ്യത്ത് നമ്മൾ പറഞ്ഞു, സൂറത്ത് പറഞ്ഞു, അതിൻ്റെ രൂപം പറഞ്ഞു. ഇനി ഉസ്താദെ ഞങ്ങൾക്ക് സൂറത്തൊന്നും അറിയില്ല, ഞങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് മാത്രമേ അറിയൂ, മതി. ആ സൂറത്ത് മാത്രമേ അറിയുമെങ്കിൽ ആ 3 റക്അത്തിലും ആ സൂറത്ത് തന്നെ ഓതിയാലും മതിയാകുന്നതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ നമുക്ക് റമളാൻ
പകുതി കഴിയുമ്പോൾ, അത് 15 കഴിയുന്ന സമയത്ത് ഈ വിത്ർ നിസ്കാരത്തിൽ മൂന്നാമത്തെ റക്അത്തിൽ റുക്കൂഇന് ശേഷം ഖുനൂത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ആ ഒരു സമയത്ത് നമുക്ക് വിശദീകരിച്ച് പറയാം. അത് റമളാനിൽ മാത്രമുള്ള ഒരു സുന്നത്താണ്. റമളാനിൽ പകുതിക്ക് ശേഷം വിത്ർ നിസ്കാരത്തിന്റെ മൂന്നാമത്തെ റക്അത്തിൽ റുക്കൂഇന് ശേഷം ഖുനൂത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇൻഷാ അല്ലാഹ് ആ സമയത്ത് അത് പറയാം. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ വിത്ർ നിസ്കരിക്കേണ്ടത്. പിന്നെ ഈ വിത്ർ നിസ്കാരത്തിന് ശേഷം പ്രത്യേകം പറയൽ സുന്നത്തായ ഒരു ദിക്റുണ്ട്. വിത്ർ നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം പറയണം. എന്ത്? സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. പരിശുദ്ധനായ മലിക്കായ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന അതിമഹത്തായ ഒരു ദിക്ർ. ഈ ഒരു ദിക്ർ പറഞ്ഞാൽ എത്രയാ നേട്ടം എന്നറിയോ? എത്രയാ നേട്ടം! ഒരിക്കലും അവസാനിക്കാത്ത നേട്ടങ്ങൾ, പ്രതിഫലങ്ങൾ അല്ലാഹു തആല നമുക്ക് തന്നുകൊണ്ടിരിക്കും. എന്താ പറയേണ്ടത്? സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. ഈ ഒരു ദിക്ർ അത് അള്ളാഹുവിൻ്റെ ഇസ്മും കൂടി ചേർത്തിട്ടുള്ള ഒരു ദിക്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിത്റിന് ശേഷം ദുആ ചെയ്യണം. എങ്ങനെയാണ് ദുആ ആരക്കേണ്ടത്? വിത്റിന് ശേഷം നമുക്ക് ഏത് ദുആ വേണമെങ്കിലും ചെയ്യാം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന പറയാം, റബ്ബനാ വലംനാ, നമുക്കറിയാവുന്ന ദുആകളൊക്കെ നമുക്ക് ഓതാം. അതോടൊപ്പം തന്നെ ഓതൽ പ്രത്യേകം സുന്നത്തായ ഒരു ദിക്റാണ്. ഏത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖ്തിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അന്ത കമാ അസ്നൈത അലാ നഫ്സിക് എന്നുള്ള ഒരു ദുആ പ്രത്യേകം പറയൽ സുന്നത്താണ്. ഇത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പറഞ്ഞാൽ നല്ലതാണ്. അറിയാവുന്നവർക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ദുആ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന റബ്ബനാ വലംനാ, അതുപോലെ തന്നെ അല്ലാഹുമ്മ ജൽ ഹാദ ശഹ്റൽ അദീമ റമളാന ഷാഹിദൻ ലനാ എന്നൊക്കെയുള്ള ദുആ ഉണ്ടല്ലോ. പിന്നെ മലയാളത്തിൽ നമുക്ക് ദുആ ആരക്കാം. അപ്പോൾ ഈ ദുആ നമുക്ക് പ്രത്യേകം സുന്നത്താണ്. പിന്നെ ഈ ഒരു ദിക്ർ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന അതിശ്രേഷ്ഠമായ ആ ഒരു വചനം വിത്ർ നമസ്കാരത്തിന് ശേഷം പറയൽ വലിയ പ്രതിഫലം നമുക്ക് വാങ്ങി തരുന്നതാണ്. ജീവിതത്തിൽ വലിയ ഖൈറും സന്തോഷവും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിത്ർ നമസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയാണെന്ന് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ വിത്ർ നിസ്കരിക്കുന്നവരാണ്, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഈ നിസ്കാരം കൃത്യമായി, ഇനി നോമ്പിന് മാത്രമുള്ള നിസ്കാരമല്ല, നോമ്പ് കഴിഞ്ഞാലും ഈ നിസ്കാരം കൃത്യമായി നിത്യമായി ചെയ്യാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ഈ റമളാനിൽ ഉസ്താദെ ഒരുപാട് ഞങ്ങൾ ദിക്ർ പറയുന്നു, സ്വലാത്ത് പറയുന്നു, തസ്ബീഹ് പറയുന്നു. ഈ റമളാനിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ഇസ്മ ഏതാണ് എന്ന് ചില ആളുകൾ കമൻറ്റിലൂടെ ചോദിച്ചു. റമളാനിൽ പറയേണ്ട ഇസ്മ, ഒരു മനുഷ്യൻ റമളാൻ മാസത്തിലെ ളുഹർ നമസ്കാരത്തിന് ശേഷം മനസ്സാന്നിധ്യത്തോടു കൂടി അവൻ 11 പ്രാവശ്യം ഒരു ഇസ്മു പറഞ്ഞാൽ ഏതാണ് ആ ഇസ്മു? യാ ഖുദ്ദൂസു യാ അല്ലാഹ്, യാ ഖുദ്ദൂസു യാ അല്ലാഹ്, യാ ഖുദ്ദൂസു യാ അല്ലാഹ്. പരിശുദ്ധനായ അല്ലാഹുവേ, പരിശുദ്ധനായ റബ്ബേ എന്നർത്ഥം വരുന്ന യാ ഖുദ്ദൂസ് യാ അല്ലാഹ് എന്ന ഇസ്മ 11 പ്രാവശ്യം റമളാനിൻ്റെ ഓരോ ദിവസം ളുഹർ നമസ്കാരത്തിന് ശേഷം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം അല്ലാഹു അവൻ്റെ ജീവിതം പരിശുദ്ധമാക്കുന്നതാണ്. അവർക്ക് കിട്ടുന്ന സമ്പത്ത് പരിശുദ്ധമാക്കുന്നതാണ്. അവൻ്റെ മക്കളെ അല്ലാഹു പരിശുദ്ധമാക്കുന്നതാണ്. അവൻ്റെ വീട് അല്ലാഹു ശുദ്ധിയാക്കുന്നതാണ്. അതായത് പാപങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു തൗഫീക്ക് നമുക്കുണ്ടാകും. നമ്മുടെ വീടും നമ്മുടെ മക്കളും നമ്മുടെ മറ്റ് ഇടപെടലുകൾ എല്ലാം വളരെ കൃത്യവും അതുപോലെ തന്നെ അള്ളാഹുവിന് പൊരുത്തപ്പെട്ടതുമായി മാറാൻ ഈ ഒരു ഇസ്മ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത്രയും ദിവസം പോട്ടെ, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മറന്നു പോവാതെ ദുഹർ നമസ്കാരത്തിന് ശേഷം അവിടെ തന്നെ ഇരിക്കുക. ദിക്റും സ്വലാത്തൊക്കെ പറയാനുണ്ടല്ലോ, അതിൻ്റെ കൂടെ യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. കച്ചവടത്തിൽ ഖൈറുണ്ടാവാനും നല്ല ചൂടുള്ള സമയമാണ്, അതുകൊണ്ട് ചൂടുമായി ബന്ധപ്പെട്ട് ആ ചൂടൊക്കെ ഒന്ന് മാറി മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു റാഹത്തുണ്ടാവാൻ, സന്തോഷമുണ്ടാവാൻ, നരകത്തിൻ്റെ ചൂടിൽ നിന്നും രക്ഷ കിട്ടാൻ ഒക്കെ നമുക്ക് പര്യാപ്തമാകുന്ന ഒരു ഇസ്മാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. യാ ഖുദ്ദൂസു യാ അല്ലാഹ്, യാ ഖുദ്ദൂസു യാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അത് മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മൾ വിത്ർ നമസ്കാരത്തിൻ്റെ രൂപവും കോലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നതോടൊപ്പം തന്നെ ഇത് അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ കുടുംബാദികളിലൊക്കെ ഉണ്ടാകും.
അപ്പോൾ അവർക്ക് കൂടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ പരിപാവനമായ ഈ റമളാൻ മാസത്തിൽ നമ്മൾ എന്തൊക്കെ നന്മകൾ ചെയ്യുന്നു അത് മുഴുവനും കരുണാവാരിധിയായ റബ്ബ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാൻ മാസം നമുക്ക് അനുകൂലമാക്കി തന്നെ അനുഗ്രഹിക്കട്ടെ. ആദ്യത്തെ 10 നമ്മൾ ചോദിക്കുന്ന റഹ്മത്തിന് അല്ലാഹു തരട്ടെ, രണ്ടാമത്തെ 10 ചോദിക്കുന്ന മഗ്ഫിറത്തിനെ പടച്ചവൻ തരട്ടെ, മൂന്നാമത്തെ 10 ചോദിക്കുന്ന അഫുവിനെ മാപ്പിനെ അല്ലാഹു തരട്ടെ, നരകമോചനവും സ്വർഗ്ഗപ്രവേശനവും റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ വീഡിയോക്ക് താഴെ റബ്ബേ എത്രയോ കമന്റ്, ഇന്നത്തെ സദസ്സിൽ ദ്വാരക്കണേ ഉസ്താദെ, ഇന്നത്തെ ക്ലാസ് ഞങ്ങൾ ഓർക്കണേ എന്നൊക്കെ പറഞ്ഞു എത്രയോ ഉമ്മമാരാ ദ്വാരക്കാൻ പറയുന്നത്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നുണ്ട്. നമുക്കൊക്കെ വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരൊക്കെ എന്തൊക്കെ പ്രയാസങ്ങൾ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും പടച്ചവൻ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ഖൈറായ ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ഈ റമളാൻ പ്രയോജനപ്പെടുത്താനും അതുവഴി സ്വർഗ്ഗത്തിൽ കടക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നസീബാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.